Parvati, congratulations. It was such a great pleasure for me and great achievement. വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് പാർവതീൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. കാരണം ഗാലന്റ് IASന്റെ പ്രിലിം കം മെയിൻസ് ബാച്ച് 2022-23 PCMs ബാച്ചിലെ കുട്ടിയാണ്. സോ ഗാലന്റിന് ഇത് വലിയൊരു അഭിമാന നിമിഷമാണ്. അങ്ങേയറ്റം സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ സെക്യൂറിങ് ഓൾ ഇന്ത്യ റാങ്ക് 282 അല്ലേ? ഓക്കെ പാർവതി, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമുക്കറിയാം ഈ ഒരു സക്സസ് മൊമെന്റ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് അതിന് മുമ്പുള്ളൊരു ജേണി, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞൊരു ജേണിയാണ്. ചിലപ്പം നമ്മളെ സൊസൈറ്റി അംഗീകരിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ അംഗീകരിക്കുന്നത് നമ്മൾ ആ ഒരു അച്ചീവ്മെന്റിൽ എത്തിയതിന് ശേഷമായിരിക്കും. ശരിയല്ലേ? വി സെക്യൂർഡ് ഓൾ ഇന്ത്യ റാങ്ക് 282 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു IAS പോസ്റ്റിലേക്ക് എത്തും തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് ലൈക്ക് പാർവതിക്ക് തോന്നുന്നത്? റാങ്ക് നേടാനായതിൽ പേഴ്സണലി വളരെ സന്തോഷമുണ്ട്. ഇനി പരീക്ഷ എഴുതണ്ട എന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ആളുകൾ പറയുന്നു IAS കിട്ടുമെന്ന്. അപ്പോൾ അതിന്റെ ആശ്വാസമുണ്ട്. പാർവതി, അവിടെ ഓഫ്ലൈൻ PCM ചെയ്യുമ്പം യു ആർ സച്ച് വളരെ പാഷനേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ അപ്രോച്ച് ചെയ്തൊരു കുട്ടിയാണ്. ഐ ഹാവ് സീൻ ദാറ്റ്. അതിപ്പോൾ ആൻസർ റൈറ്റിംഗ്സ് ആയിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, എല്ലാം വളരെ പാഷനോട് കൂടി വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം ഈ പറഞ്ഞ ലൈക്ക് ഗാലന്റ് IASന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് പാർവതി വിലയിരുത്തുന്നത്? സർ, ഞാൻ ഗാലന്റിലേക്ക് വരാൻ കാര്യം ഞാൻ വളരെ അൺഡിസിപ്ലിൻഡ് ആയിട്ട് അൺസ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പോയി എൻ്റെ ചില ക്ലാസ്സസ് എനിക്ക് ഡെഫിസിറ്റ് ഉള്ള ഏരിയാസ് കണ്ടെത്തിയിട്ട് ഏതെങ്കിലും അക്കാഡമി പോയി ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് മാക്സിമം അറ്റൻഷൻ കൊടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഗാലന്റിനെ കണ്ടെത്തുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ട ക്ലാസ്സസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്ത് ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് ഞാൻ നോട്ട്സ് ഉണ്ടാക്കി മാക്സിമം അറ്റൻഷൻ കൊടുത്ത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടു. ആൻസർ റൈറ്റിംഗ് ഞാൻ വലുതായിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അത് തന്നെ എനിക്ക് എൻ്റെ ഇനീഷ്യൽ ഇനേർഷ്യ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. പ്രിലിംസ് നമുക്കറിയാലോ, ഇനിയിപ്പോൾ there are 60+ days for the prelims examination. പ്രിലിംസിൽ പാർവതീൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ ഒരു സ്ട്രാറ്റജി, അതായത് പാർവതീനെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ച ആ ഒരു പ്രിലിം സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാൻ ഗാലന്റിന്റെ ട്വിൻസ് ടെസ്റ്റ് സീരീസ് ആണ് ഫോളോ ചെയ്തത്. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് ആ സൺഡേ എക്സാം വരുമ്പോഴത്തേക്ക് അത് പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തത്. പിന്നീട് പ്രിലിംസ് അടുത്തപ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് സീരീസിലേക്ക് മാത്രം ചുരുങ്ങാതെ മൾട്ടിപ്പിൾ അക്കാഡമീസിന്റെ ടെസ്റ്റ് സീരീസ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ചെയ്ത് ഡിസ്കസ് ചെയ്താണ് വെച്ചത്. ഓക്കെ, മെയിൻസ് നമുക്കറിയാം, നമുക്ക് there are 9 papers ഇൻക്ലൂഡിങ് ക്വാളിഫയിങ് പേപ്പേഴ്സ്. ഓപ്ഷണൽ ഒരു ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്ന 500 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. സോ റിഗാർഡിംഗ് മെയിൻസ് പ്രിപ്പറേഷൻ, GS പേപ്പേഴ്സ്, ക്വാളിഫയിങ് പേപ്പേഴ്സ്, ഓപ്ഷണൽ പേപ്പേഴ്സ്, ഈ 2024 അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്ത് മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ പാർവതീൻ്റെ ഒരു അഡ്വൈസ് എന്തായിരിക്കും മെയിൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്? കാം ആൻഡ് കളക്റ്റഡ് ആയിട്ട് പോയി എഴുതുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് മെയിൻസ് അപ്പിയർ ചെയ്യുമ്പോൾ എന്ത് ചോദ്യം വന്നാലും ഞാൻ എഴുതും എന്നുള്ളൊരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അങ്ങനെയുള്ള ആളുകളുടെ ഒരു എഫേർട്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് എൻ്റെ ഫ്രണ്ട്സ്, ഫോർ എക്സാമ്പിൾ സച്ചിൻ ഒക്കെയുള്ള ഫ്രണ്ടൊക്കെ വളരെയധികം എൻ്റെ ആൻസർ സ്ക്രിപ്റ്റ്സ് വായിച്ച് അത് റിവ്യൂ ചെയ്ത് എനിക്ക് നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മൾട്ടിപ്പിൾ ഫീഡ്ബാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നു എൻ്റെ. ഫൈൻ, ഗുഡ്, നൈസ്. കമ്മിങ് ടു ഇൻ്റർവ്യൂവിൽ എന്താണ് ലൈക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ ഡാഫ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണോ, കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ട്, ഒപ്പീനിയൻ ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിലെ പ്രിപ്പറേഷനെ കുറിച്ച് പലർക്കും കൺഫ്യൂഷനുണ്ട്. അപ്പം പാർവതീൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ സ്റ്റേജിലെ കാര്യം. ഞാൻ പൊതുവേ ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ കുറച്ച് സമയം എടുക്കുന്ന ആളാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ 4-5 പേര് എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. പക്ഷെ വീണ്ടും പ്രാക്ടീസിലൂടെ തന്നെ ആ ഒരു ഇനേർഷ്യ മാറ്റിയെടുത്തു, ആ ഒരു മടുപ്പ് മാറ്റിയെടുത്തു. അതാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്തത്. പാർവതീൻ്റെ ഒരു കുഞ്ഞുനാളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു സിവിൽ സർവീസസ്? അല്ല സർ, ഇത് സിവിൽ സർവീസ് ഒരു കരിയർ ഓപ്ഷൻ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നീട് ഫൈനൽ ഇയർ ഓഫ് കോളേജ് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ സ്കിൽ സെറ്റും ഇതിനാവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റും എക്സാമിൻ്റെ പാറ്റേണും മറ്റു പല കാര്യങ്ങളും
ഒക്കെ കൺസിഡർ ചെയ്ത് ഇത് സീരിയസ്ലി പെർസ്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. ആൻസർ റൈറ്റിംഗിൽ എന്ത് കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരിക്കണം ഒരു കുട്ടി സ്വീകരിക്കേണ്ടത്? എസ്പെഷ്യലി വെൻ ദേ അപ്രോച്ച് അല്ലെങ്കിൽ വെൻ ദേ ഡു ദിസ് ഹിസ്റ്ററി ആൻസർ, വെൻ ഡു ആൻ എക്കണോമി ആൻസർ, ഡു യു ഫീൽ ദാറ്റ് ആൻസർ റൈറ്റിംഗിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിങ് പ്രസന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ അവർ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ട് സാർ. ഞാൻ ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റ് എന്നുള്ള ചോദ്യമാണോ ആ സബ്ജക്റ്റിലെ ടെർമിനോളജീസ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ക്വസ്റ്റ്യനെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന സബ് ഹെഡിങ്സും കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പൊളിറ്റി വരുമ്പോൾ കേസ് ലോസ് കോട്ട് ചെയ്യാനും, എക്കണോമി വരുമ്പോൾ ഗ്രാഫ് വരയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കോട്ട് ചെയ്യാനോ, ഹിസ്റ്ററി വരുമ്പോൾ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാനോ ശ്രമിച്ചിരുന്നു. റിഗാർഡിംഗ് ഓപ്ഷണൽ പാർവതിന്റെ മലയാളമായിരുന്നു. മലയാളം ഓപ്ഷണൽ എങ്ങനെ ഏത് എക്സ്റ്റെൻഡ് വരെ പാർവതിക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സഹായിച്ചു? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഗാലന്റിലെ ഹരീഷ് സാറിന്റെ അടുത്ത് ഞാൻ ക്ലാസ്സസിന് ചേർന്നിരുന്നു. വീണ്ടും സെലക്ടീവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് സാർ എനിക്ക് ആൻസർ റൈറ്റിംഗിന് ഫീഡ്ബാക്ക് തന്നിരുന്നു. എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സാർ തന്നിരുന്നു. അങ്ങനെയാണ് മലയാളത്തില് എളുപ്പം എന്നുള്ളൊരു പേപ്പറിന് അപ്പുറത്തേക്ക് തെറ്റ് വരാൻ നല്ല ചാൻസ് ഉള്ള പേപ്പറാണെന്ന് മനസ്സിലാക്കി തെറ്റ് വരുത്താതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. മാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, മാക്സിമം തെറ്റ് ശരി എഴുതുന്നതിനപ്പുറം തെറ്റ് വരുത്താതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഹരിശ്ചന്ദ്രൻ സാർ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. സാറിന്റെ ലൈക്ക് എസ്പെഷ്യലി ആൻസർ പേപ്പർ ഇവാലുവേഷൻസും കാര്യങ്ങളൊക്കെ അത് ഈ പറഞ്ഞ ലൈക്ക് ഒരു എറർ ഫ്രീ ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ എത്രത്തോളം സഹായിച്ചു? സാർ എനിക്ക് നല്ലൊരു ബ്രോഡ് പെർസ്പെക്റ്റീവ് തന്നു. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് എന്നെ മനസ്സിലാക്കി തന്നു. പിന്നീട് മലയാളം ലിറ്ററേച്ചർ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണെങ്കിൽ പോലും അതില് ചില പോയിന്റ്സ് ഹിറ്റ് ചെയ്യണം ചോദ്യത്തില്, എസ്പെഷ്യലി പേപ്പർ 1 എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാക്കി തരുന്ന സാറാണ്. ഈ പറഞ്ഞ പോലെ സാറ് മലയാളം പ്രൊഫസറായിട്ട് റിട്ടയർ ആയ സാറാണ്. അപ്പൊ സാറിന്റെ അത്ര ഉള്ള നോളജ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മുടെ ആ ഒരു പെർസ്യൂവറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ പെർസ്യൂ ചെയ്യുന്നതിനെ കുറിച്ചോ പാർവതിക്ക് എന്താണ് പറയാനുള്ളത്? മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടില്ല. ഒരുപക്ഷെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ മാക്സിമം ഒരു അറ്റംപ്റ്റ് കൂടെ കൊടുത്തിട്ടുള്ളായിരുന്നു. എനിക്ക് ഒത്തിരി തവണ ഇതില് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ. മേ ബി നമ്മുടെ ഒരു ജേർണിയിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടു, മേ ബി ഞാൻ സർവീസിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അഡ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്ത ഒരു എലമെന്റ് ഉണ്ടോ? അങ്ങനെ പല എലമെന്റ്സ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് സാർ. പക്ഷെ എന്റെ ആകെയുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും ഞാൻ എൻറോൾ ചെയ്ത ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് എൻറോൾ ചെയ്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് പാലിക്കാനാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് പാർവതി. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഗാലന്റ് എയ്സിനെ സംബന്ധിച്ചിടത്തോളം, ഗാലന്റ് എയ്സിന്റെ എൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറ്റ്സ് പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് us. It's a great achievement and wishing you all the best for your great effort, your perseverance, your hard work, dedication. All the best, all the very best wishes for your future. Thank you so much. Thank you.